പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം അനി നന്ദുവിനെ വിളിച്ചു നോക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ആകെ സങ്കടത്തിലായിരിക്കും. എന്നാൽ ആ സങ്കടമൊന്നും അനിയുടെ മുന്നിൽ കാണിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. അനി വല്ലാതാവുന്നുണ്ട്. തന്റെ സങ്കടം പങ്കുവെക്കാനോ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും മറിച്ച് ആരുടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അനി വല്ലാതെ ഒറ്റപ്പെട്ടു. ആകെ സങ്കടപ്പെട്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്തിന് അനിയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവും ഇല്ലായിരുന്നു. വില കൂടിയ കുർത്തിയും പൈജാമയും അവനെ അണിയിച്ചിട്ടുണ്ട്. പക്ഷേ അവന്റെ മനസ്സ് ഒരു ശവപ്പറമ്പ് പോലെ ശൂന്യമായിരുന്നു. എന്തിനാ ഈ ജീവിതം? അവൻ മെല്ലെ പിറുപിറുത്തു. കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തെ കാണുമ്പോൾ അവനോട് തന്നെ പുച്ഛം തോന്നി. തന്നെ ജീവന് തുല്യം സ്നേഹിച്ച നന്ദുവിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആ ഒരു ഭീരു. എത്രയൊക്കെ എതിർത്തിട്ടും വീട്ടുകാരുടെ, പ്രത്യേകിച്ച് മുത്തശ്ശന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. നന്ദുവിനും ഇത് താങ്ങാൻ കഴിയില്ല എന്ന് അവനറിയാം. കഴിഞ്ഞ ദിവസം അവളോട് സംസാരിച്ചപ്പോൾ അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ കുത്തി നോവിച്ചിരുന്നു. അനി, ഇതാണ് നമ്മുടെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ സന്തോഷമായിരിക്കണം. അവളുടെ ആ വാക്കുകൾക്ക് പിന്നിലെ അടക്കി വെച്ച കരച്ചിൽ അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. നന്ദു അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് അവൻ ഈ നിശ്ചയത്തിന് പോലും നിന്നു കൊടുക്കുന്നത്. ഇതേസമയം തൊട്ടടുത്ത മുറിയിൽ അവന്തിക വലിയ സന്തോഷത്തിലായിരുന്നു. വലിയൊരു സ്വർണ്ണ നെക്ലസ് കഴുത്തിലണിഞ്ഞ് കണ്ണാടിയിൽ നോക്കി അവൾ വശ്യമായൊരു ചിരി ചിരിച്ചു. അവളുടെ മനസ്സിൽ 100 കൂട്ടം പ്ലാനുകൾ ഉണ്ടായിരുന്നു. മൂർത്തീസ് ജ്വല്ലറിയിലെ കോടികളുടെ സ്വത്തും അനിയുടെ ഭാര്യ എന്ന പദവിയും അവൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. ജലജ അവന്തികക്ക് പൂർണ്ണ പിന്തുണയായി കൂടെ തന്നെയുണ്ട്. അനിയുടെ അമ്മ ജാനകിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നുവെങ്കിലും തന്റെ മകന് നന്ദുവിനേക്കാൾ നല്ലത് അവന്തികയാണ് എന്ന മിഥ്യാധാരണയിൽ അവർ ആ നിശ്ചയവുമായി തന്നെ കാത്തിരുന്നു. അങ്ങനെ മുഹൂർത്തത്തിന് സമയമായി. അനി യന്ത്രം കണക്കെ തന്നെ പടിയിറങ്ങി താഴേക്ക് വരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. വലിയൊരു താലത്തിൽ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരങ്ങൾ കൊണ്ടുവന്നു വെച്ചു. പൂജാരി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അനി വിറക്കുന്ന കൈകളോടെ ആ മോതിരമെടുക്കാൻ തുടങ്ങുമ്പോഴാണ് വാതിൽക്കൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം മുഴങ്ങിയത്. നിർത്തി ചടഞ്ഞ്. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അനാമികയുടെ അച്ഛൻ വേണുവായിരുന്നു അത്. കൂടെ അനാമികയുമുണ്ട്, അനിയുടെ നിയമപരമായ ഭാര്യ. അവർ തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനാമികയുടെ അച്ഛന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അയാൾ വേഗം മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു. എന്താ മൂർത്തി സാറേ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്റെ മോളുടെ കഴുത്തിൽ ഇവൻ കെട്ടിയ താലി ഇപ്പോഴും കിടക്കുന്നുണ്ട്. കോടതിയിൽ ഡിവോഴ്സ് കേസ് തീർപ്പായിട്ടില്ല. അതിനു മുമ്പ് മറ്റൊരു പെണ്ണിന്റെ വിരലിൽ മോതിരമണിയാൻ ഇവൻ എന്താ അവകാശമുള്ളത്? എന്റെ മോളെ വഴിയാധാരമാക്കിയിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇത് വെറും ചെറ്റത്തരാണ്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മൂർത്തി മുത്തശ്ശന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. എടാ എന്ന് വിളിച്ച് ഗർജിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ മുന്നോട്ട് കുതിച്ചു. തന്നെ എതിർത്ത് സംസാരിക്കാൻ ആർക്കും അവകാശമില്ല എന്ന മട്ടിൽ മുത്തശ്ശൻ അയാൾക്ക് നേരെ കൈയോങ്ങി. ഇറങ്ങിപ്പോടാ എന്റെ പടിപ്പുറക്കിൽ നിന്ന്. പുറത്തേക്ക് പോടാ. എന്റെ കൊച്ചുമകന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീ ആരാടാ? മുത്തശ്ശൻ അയാളെ പിടിച്ചങ്ങ് തള്ളി. അവിടെ ഒരു വലിയ ബഹളം തന്നെ നടന്നു. അനാമികയുടെ അച്ഛൻ വീഴാൻ പോയപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് തോന്നിയ ആ നിമിഷം പുറത്ത് ഒരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. കനത്ത ബൂട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് ശബ്ദം വാതിലൂടെ ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പോലീസ് യൂണിഫോമിൽ നന്ദുവായിരുന്നു. SI നന്ദന. അനിയെ നോക്കുമ്പോൾ അവളുടെ ചങ്കൊന്ന് പിടഞ്ഞുവെങ്കിലും മുഖത്ത് കർക്കശ്യം മാത്രം നിറച്ചു നിവൃത്തിയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ അവൾ അകത്തേക്ക് കയറി വന്നു. നന്ദുവിനെ കണ്ടപ്പോൾ അനിയൊന്ന് ഞെട്ടി. അവളുടെ കണ്ണുകളിൽ സങ്കടം അവന് വായിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഒരു കാമുകിയല്ല, നിയമപാലകയാണ്, പോലീസുകാരിയാണ്. എന്താ ഇവിടെ നടക്കുന്നത്? നന്ദു ഗാംഭീര്യത്തോടെ ചോദിച്ചു. നന്ദുവിനെ കണ്ടപ്പോൾ ജലജയുടെ മുഖമൊന്ന് വക്രിച്ചു. ഓ, കാമുകന് സ്വന്തമാക്കാൻ പറ്റാത്തതിന്റെ സൂക്കേട് തീർക്കാൻ വേണ്ടി കാക്കയും വിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുവാണോ നീ? നിന്നെ കൊണ്ട് ഇതൊന്നും മുടക്കാൻ പറ്റില്ലടി, ജലജ പുച്ഛത്തോടെ പറഞ്ഞു. അതുപോലെ നിന്നെ അനിയുടെ അമ്മ ജാനകിയും നന്ദുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. എന്റെ മകനെ നിനക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോൾ നീ പോലീസ് പവറും വെച്ച് ഞങ്ങൾ എങ്ങ് പേടിപ്പിക്കാൻ വന്നതാണോടി നീ മൊട്ടച്ചി? നന്ദു ഒട്ടും പതരാതെ തന്നെ ജാനകിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും എന്റെ പേഴ്സണൽ കാര്യം പ്രൊഫഷണൽ ലൈഫിലേക്ക് വഴിച്ചേക്കാറില്ല. അനാമിക ഇവിടെ കൃത്യമായൊരു പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി ഭാര്യയായി നിലനിൽക്കെ തന്നെ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നു എന്നത് വലിയൊരു കുറ്റമാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഈ SI നന്ദന, അല്ലാതെ അനിയുടെ പഴയ കാമുകിയായിട്ടല്ല. നന്ദുവിന്റെ വാക്കുകളിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. എന്നാൽ മൂർത്തി മുത്തശ്ശൻ വളരെ കൂളായി മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. SI നന്ദന, ഇവിടെ നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല. ഇത് വിവാഹമല്ല, വെറും ഒരു നിശ്ചയം മാത്രമാണ്. അതായത് വാക്ക് പറഞ്ഞുറപ്പിക്കൽ. എന്റെ കൊച്ചുമകനും ഈ കുട്ടിയും തമ്മിലുള്ള വിവാഹം ഇപ്പോൾ നടക്കില്ല. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇവരുടെ വിവാഹം നടക്കുകയുള്ളൂ. ഈ ചടങ്ങ് ഞങ്ങൾ കുടുംബക്കാർക്കിടയിൽ മാത്രം നടക്കുന്ന ഒന്നാണ്.
ഇത് രേഖാമൂലം ഒരിടത്തും രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇതിൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. മുത്തശ്ശൻ വളരെ കൃത്യമായ നിയമത്തിന്റെ പഴുതുകൾ വെച്ച് സംസാരിച്ചു. നന്ദുവിന് അവിടെ ഉത്തരം മുട്ടി. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ്. നിയമപരമായി ഒരു വാക്കുറപ്പിക്കൽ ചടങ്ങ് തടയാൻ പോലീസിനൊരിക്കലും അധികാരമില്ല. അവൾ അനാമികയും അച്ഛനെയും നോക്കി. അവൾക്കൊന്നും തന്നെ പറയാനില്ലായിരുന്നു. ഒരു നിമിഷം അവൾ അനിയെ നോക്കി. ആ നോട്ടത്തിൽ 1000 അർത്ഥങ്ങളുണ്ടായിരുന്നു. ഇനി നിനക്ക് ഇവിടെ റോളില്ല എന്ന് മനസ്സിലാക്കിയ നന്ദു കനത്ത മനസ്സോടുകൂടെ തിരിഞ്ഞു നടന്നു. അനാമികയും അച്ഛനും അവൾക്ക് പിന്നാലെ നിരാശയോടുകൂടെ പുറത്തേക്ക് പോയി. നന്ദുവും പോലീസും പോയതോടുകൂടത്തിന് മുത്തശ്ശൻ വീണ്ടും പ്രസരിപ്പിലായി. ശല്യം തീർന്നു. പൂജാരി, ചടങ്ങുകൾ തുടങ്ങിക്കോ. അനി വീണ്ടും ആ മോതിരം കയ്യിലേക്കെടുത്തു. അവന്തികയുടെ മുഖത്ത് വലിയൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. താൻ ആഗ്രഹിച്ചതെല്ലാം തന്നെ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ അഹങ്കാരം. ജലജയും അഭിയും പരസ്പരം നോക്കി ചിരിച്ചു. എല്ലാം തങ്ങളുടെ വരുതിയിലാണെന്ന ആ ഒരു സന്തോഷത്തിലായിരുന്നു അവര്. അനി മോതിരം അവന്തികയുടെ വിരലിലേക്ക് അണിയാൻ കൃത്യസമയം അങ്ങനെ അണിയാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ആ ഒരു ശബ്ദം അവിടെ ഉയർന്നത്. നിക്ക്! എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നവ്യായിരുന്നു അത്. അഭിയുടെ ഭാര്യ നവ്യ. ഇത്രയും നാൾ ജലജയുടെയും അഭിയുടെയും എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന അവരുടെ സ്വന്തം ആളാണെന്ന് എല്ലാവരും കരുതിയിരുന്ന നവ്യ. അവൾ വളരെയധികം സാവധാനം ജനക്കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. ഒരു വലിയ സ്ഫോടനത്തിന് മുൻപുള്ള ശാന്തത. ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കില്ല, നവ്യ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അഭി പെട്ടെന്നെ മുന്നോട്ട് വന്നു. നവ്യെ, നീ എന്താ ഈ കാണിക്കുന്നത്? അനിയും അവന്തികയും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് നമ്മുടെ കൂടി ആവശ്യമല്ലേ? നീ ഒന്ന് മാറി നിൽക്ക്. അവൻ അവളെ പതുക്കെ വലിക്കാൻ ശ്രമിച്ചു. നവ്യ അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും നോക്കി സംസാരിക്കാൻ തുടങ്ങി. അനിയും അവന്തികയും തമ്മിലുള്ള ഈ നിശ്ചയം മുടക്കാൻ ഇവിടെ പലർക്കും വലിയ വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നിശ്ചയം മുടങ്ങിയാൽ ഒരു സങ്കടവും ഉണ്ടാവില്ല. പലർക്കും വലിയൊരു ആശ്വാസം മാത്രമേ അതിന് പകരം ഉണ്ടാവുള്ളൂ. മുത്തശ്ശൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്താ മോളെ നവ്യെ നീ ഈ പറയുന്നത്? നിനക്ക് എന്താ പറയാനുള്ളത്? നവ്യ തന്റെ കയ്യിലിരുന്ന വലിയൊരു ഫയലും ഫോണുമെല്ലാം ഉയർത്തി കാണിച്ചു. ഈ നിൽക്കുന്ന അവന്തിക ആരാണെന്നും ഇവൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നും ഇവൾക്ക് പിന്നിൽ ആരാണുള്ളതിന്റെ വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ എന്റെ കയ്യിലുണ്ട് മുത്തശ്ശ. അവന്തികയുടെ മുഖത്തെ ചിരി അങ്ങ് മാഞ്ഞുപോയി. അവൾ ഭയത്തോടുകൂടെ അഭയെ നോക്കി. അഭയുടെയും നെഞ്ചെടുപ്പ് കൂടി തുടങ്ങിയിരുന്നു. നവ്യ ഫോണിലെ ചില വീഡിയോസ് എല്ലാം തന്നെ അവിടെയുള്ള ടിവിയിലേക്ക് കണക്ട് ചെയ്ത് സ്ക്രീൻ കാസ്റ്റ് ചെയ്തു. എല്ലാവരും ശ്വാസം മടക്കി പിടിച്ച് ആ സ്ക്രീനിലേക്ക് നോക്കി. വീഡിയോയിൽ അവന്തികയും AN ജ്വല്ലറിയുടെ ഓണറായ നാഗേന്ദ്രനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു. നാഗേന്ദ്രൻ അവൾക്ക് പണം കൊടുക്കുന്നതും അനിയെ എങ്ങനെ വശീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതും അതിൽ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. നാഗേന്ദ്രന്റെ ചാരപ്രവർത്തകയായിട്ടാണ് അവന്തിക നാട്ടിലേക്ക് തിരിച്ചെത്തിയെന്നും അനിയെ വിവാഹം കഴിച്ചാൽ കിട്ടുന്ന സ്വത്താണ് അവളുടെ ഏക ലക്ഷ്യമെന്നും വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, അടുത്ത വീഡിയോ കണ്ടപ്പോൾ അഭിയുടെയും ജലജയുടെയും തല കറങ്ങുന്നത് പോലെ തോന്നി. AN ജ്വല്ലറിയിലെ ഒരു സീക്രട്ട് റൂമിലിരുന്ന് സംസാരിക്കുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു അത്. അതിൽ അഭിയും AN ജ്വല്ലറി ഓണർ നാഗേന്ദ്രനും ഡേവിഡും അവന്തികയും ഒരുമിച്ചിട്ടിരുന്ന് ഗൂഢാലോചന നടത്തുന്നത് വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അതെ, ആ നിമിഷം എല്ലാവർക്കും മനസ്സിലായി. അഭിയുടെ അതേ തനി നിറം തന്നെയാണ് അവന്തിക എന്ന കാര്യം. ഇത്രയും കാലം അവന്തിക വലിയ പാവമായി അഭിനയിച്ച് തങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥ. അഭിയും ജലജയും തങ്ങളുടെ ലോകം തകർന്ന് വീഴും പോകുന്നത് പോലെ അങ്ങ് നവ്യയെ നോക്കി നിന്നു. ഇത്രയും നാൾ തങ്ങളുടെ സ്വന്തം പക്ഷത്ത് നിന്നിരുന്നവൾ, തങ്ങളുടെ എല്ലാ രഹസ്യവും അറിയാവുന്നവൾ, പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനൊരു ചതി ചെയ്തത് എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. നവ്യ പതിയെ അഭിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ തീ പാറി. എന്താടാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നവ്യയുടെ ശബ്ദം ആ ഹാളിൽ അങ്ങ് മുഴങ്ങി. എന്താ നീ വിചാരിച്ചത്? ഞാനൊരു മണ്ടിയാണെന്നോ? നീ പറയുന്നതെല്ലാം കേട്ട് തലയാട്ടാൻ നിൽക്കുന്ന വെറും ഒരു പൊട്ടിയാണെന്നോ? എന്റെ അമ്മ എന്നോട് വന്ന് നിന്നെക്കുറിച്ചുള്ള സകല സത്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ അതിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കില്ല എന്ന് നീ കരുതിയോടാ? അഭി വിറക്കാൻ തുടങ്ങിയിരുന്നു. അവനൊരു അക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്നെ അത്രമാത്രം വിശ്വസിച്ചത് കൊണ്ടാണ് നിനക്കെതിരെ ഒരു സംശയം വന്നപ്പോഴേക്കും ആ DNA ടെസ്റ്റ് ഞാൻ ചെയ്യാൻ ഡേവിഡിനെ ഏൽപ്പിച്ചത്. പക്ഷേ ആ ഡേവിഡ് നിന്റെ അച്ഛൻ്റെ ആളാണെന്ന് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നിനക്കെതിരെ അയാളൊന്നും സംസാരിക്കില്ലല്ലോ. അയാൾ എനിക്ക് തന്നത് തെറ്റായ റിസൾട്ടായിരുന്നു. നീ വളരെ നല്ലവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് സംശയം തീർന്നിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഏറ്റവും നല്ലൊരു ലാബിൽ തന്നെ ആ ഒരു സാമ്പിൾ കൊടുത്ത് യഥാർത്ഥ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. നവ്യ അവിടെ ഒന്ന് നിർത്തി. സദസ്സിൽ സൂചി വീണാൽ പോലും കേൾക്കുന്ന അത്രമാത്രം നിശബ്ദയായിരുന്നു നവ്യയുടെ വാക്കുകൾക്ക്. അവൾ ആ ഫയലിൽ നിന്നും യഥാർത്ഥ റിപ്പോർട്ട് അങ്ങ് വലിച്ചെടുത്ത് അബിയുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായടാ, ചന്തുമോൾ നിന്റെ സ്വന്തം മകളാണെന്ന്. നീ ഒരു ഒന്നാന്തര ചതിയനാണെന്ന്. ഇത്രയും കാലം നീ എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു എന്ന്. എന്റെ ജീവനും ജീവിതവും ഓർത്തുകൊണ്ട് വിഷമിച്ചിട്ടാണ് ഈ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ഈ രഹസ്യം എന്നിൽ നിന്നും മറച്ചുവെച്ചത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു.
നവ്യയുടെ തൊണ്ടയിടറി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകി തുടങ്ങി. അവൾ ആദർശിനെ നോക്കി കൈകൂപ്പി. ആദർശേട്ടൻ, ആ വലിയ കുറ്റം തനിയെ ഏറ്റെടുത്തത് എന്നെ ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു. എന്തുമാത്രം ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്, എത്ര തവണ ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ സമയത്തൊന്നും അയാൾ സത്യാവസ്ഥ എന്നോട് പറഞ്ഞില്ല. എന്റെ മനസ്സ് തകരുമെന്ന് കരുതി നിന്നെ പോലൊരു വിഷജന്തുവിനെ സഹിച്ചുകൊണ്ടാണ് ഈ വീട്ടിലുള്ള എല്ലാവരും ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത്. അവൾ വീണ്ടും അബിക്ക് നേരെ തിരിഞ്ഞു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അനഘയെ നശിപ്പിച്ചതും അവളുടെ ജീവിതം ഇല്ലാതാക്കിയതും അവളെ കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം നീയാണ്. വ്യക്തമായ രേഖകളോടെ തന്നെ എനിക്ക് എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മുത്തശ്ശനും നയനയും ആദർശമെല്ലാം തന്നെ അത്ഭുതത്തോടുകൂടി നവ്യെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നവ്യ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നോ? നവ്യ തുടർന്നു. അതുകൊണ്ട് എനിക്കിനി നീയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നീ ഇത്രയും കാലം ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിന്നെ സഹിച്ചതും നിന്റെ കൂടെ നിന്നതും അഭിനയിച്ചതും നിന്റെ രഹസ്യങ്ങളെല്ലാം തന്നെ ചോർത്തിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും എനിക്ക് ആരും അറിയാതെ നയനയും ആദർശിനെയും സഹായിക്കാനും കഴിഞ്ഞത്. നയനയുടെ കാറിനകത്ത് നിന്ന് നിങ്ങൾ ആ ഒരു കള്ളക്കടത്ത് സ്വർണം വെച്ചപ്പോൾ അതിനെതിരായ തെളിവുകളെല്ലാം തന്നെ പോലീസിനും ആദർശിനൊക്കെ കൊടുത്ത് അതെല്ലാം തന്നെ കണ്ടെടുത്തതും എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ആ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചു. നയന കണ്ണു നിറഞ്ഞ് നവ്യയെ തന്നെ നോക്കി. തങ്ങളെ ഇത്രയും കാലം അദൃശ്യമായി സഹായിച്ച ആ ശക്തി നവ്യയാണ് എന്ന സത്യം അപ്പോഴാണ് ആദർശവും നയനയും എല്ലാവരും തിരിച്ചറിഞ്ഞത്. അവന്തികയുടെ രഹസ്യം അഭി നവ്യയോട് പറഞ്ഞത് അവൾ തങ്ങളുടെ സ്വന്തം ആളാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് മാത്രമായിരുന്നു. ആ വിശ്വാസമാണ് ഇപ്പോൾ അഭിയുടെ കഴുത്തിനങ്ങ് കുരുക്കായി വീണിരിക്കുന്നത്. ആ കുടുംബം മൊത്തം എത്രത്തോളം വലിയൊരു ചതിക്കുഴിയിലായിരിക്കുന്നു എന്ന് എല്ലാവർക്കും വ്യക്തമായി. എല്ലാം കേട്ടുനിന്ന മൂർത്തി മുത്തശ്ശൻ ക്ഷമ നശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. മതി! മുത്തശ്ശന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ കേട്ടു. അദ്ദേഹം അഭിയുടെയും അവന്തികയുടെയും അടുത്തേക്ക് നടന്നു ചെന്നു. എന്റെ കൂടെ നിന്ന് എന്നെ തന്നെ ചതിക്കാൻ നോക്കിയ നിങ്ങളോടൊന്നും ഇനി എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. അവന്തികയെ, ഇനി എന്റെ കൊച്ചുമോളുടെ സ്ഥാനത്ത് നീ ഇല്ല. ഇനി നീ നിന്റെ ഒരു കാര്യത്തിലും ഈ കുടുംബം ഇടപെടുകയുമില്ല. നിന്റെ ഈ ചേട്ടനോടൊപ്പം നിനക്കും ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങാം. ഈ അനന്തപുരി തറവാട്ടിൽ നിങ്ങൾക്കിനി യാതൊരുവിധ സ്ഥാനവുമില്ല. അവന്തിക കരഞ്ഞുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും മുത്തശ്ശൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഒരക്ഷരം മിണ്ടിപ്പോവരുത്, നീ ഇറങ്ങിപ്പോവാൻ. ജലജ തല കുനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ജലജയെ നോക്കി പറഞ്ഞു, എന്റെ മകളെ ഇവിടെ നിന്നും പുറത്താക്കുന്നില്ല. കാരണം അവളെ ഞാൻ ദത്തെടുത്തതാണ്. അവൾക്ക് എങ്ങോട്ടേക്കും പോകാനാവില്ല. മാത്രവുമല്ല, അവൾക്കിനി അവളുടെ ഭർത്താവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവൾ ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ. പക്ഷേ ബാക്കി രണ്ടുപേരും, അഭിയും അവന്തികയും, ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും പോകണം. ഈ പടിപ്പുര വിട്ട് പുറത്തു പോകണം. അവസാന വിധിയെന്നോണം മുത്തശ്ശൻ അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. വേറെ വഴിയില്ലാതെ തല കുനിച്ചുകൊണ്ട് തന്നെ അഭിയും അവന്തികയും ആ വീട്ടിൽ നിന്നും അപമാനിതരായി തന്നെ പുറത്തേക്ക് നടന്നു. അവരങ്ങനെ പടിയിറങ്ങുന്ന സമയത്തിന് ആ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം, വലിയ ശല്യമാണ് ഒഴിഞ്ഞുപോയത് എന്ന് എല്ലാവർക്കും തോന്നി. മുത്തശ്ശൻ വേഗം വന്ന് നവ്യെ അങ്ങ് ചേർത്ത് പിടിച്ചു. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഈ വീട്ടിൽ നിൽക്കാം. നീ ഈ വീടിന്റെ മരുമകൾ തന്നെയാണ്. അനന്തപത്മനാഭൻ ഈ വീടിന്റെ കൊച്ചുമകനും. അതിലിനി ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാവില്ല. മുത്തശ്ശിയുടെ ആ വാക്കുകൾ നവ്യക്ക് വലിയൊരു ആശ്വാസമായി. നയന ഓടി വന്ന് നവ്യയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്ത് ഇങ്ങനെ ചെയ്തത്? എന്നോടെങ്കിലും ഇതെല്ലാം ചേച്ചിക്ക് പറയാമായിരുന്നില്ലേ? നയന കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നവ്യ നയനയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തു. എനിക്ക് എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു മോളെ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. ആ വീർപ്പുമുട്ടലിൽ നിന്ന് കുടുംബം സ്വതന്ത്രമായതുപോലെ എല്ലാവർക്കും തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബാധ ഒഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അനി. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നന്ദുവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പ്രാർത്ഥനകൾ ഫലിച്ചു എന്ന് അവൾക്കും തോന്നി. ആ വാക്കുകൾ കേട്ട് നന്ദുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് മൂർത്തി മുത്തശ്ശൻ അനിയുടെ അമ്മ ജാനകിയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ജാനകി ഭയത്തോടു കൂടിയാണ് മുത്തശ്ശന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. ജാനകി, മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി. അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇനിയും അവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനൊന്നും നമുക്കാവില്ല. അതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹം ഉടനെ തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതിനി ആരൊക്കെ തന്നെ എതിരെ നിന്നാലും ഞാൻ അത് നടത്തിയിരിക്കും. ജാനകി അത് കേട്ട് വല്ലാതെ ഞെട്ടി. അച്ഛാ, അതിനിപ്പോ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവന്തികയുടെ കാര്യത്തിലൊരു തെറ്റുപറ്റി, അത് ശരിയാണ്. പക്ഷേ നന്ദുവിനെ... മുത്തശ്ശൻ ഇടപെട്ടു. മതി ജാനകി, അനാമികയെ നീ തോളിലേറ്റി വെച്ചേക്കുമായിരുന്നല്ലോ. അവസാനം അവളുടെ സ്വഭാവം എന്താണെന്ന് നീ തന്നെ കണ്ടില്ലേ? നീ തന്നെയല്ലേ അവളുടെ ചെകിടത്തടിച്ച് പറഞ്ഞയച്ചത്? അതിനുശേഷം ഈ അവന്തികയായിരുന്നു നിന്റെ പൊന്നുമോള്. ഇപ്പോ അവളുടെ തനിനിറവും നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ കണ്ടെത്തലുകളെല്ലാം പൂർണ്ണ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കുന്നവർ തന്നെ ഒന്നാവുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിന്റെ മകന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന് നീ കൂട്ടുനിൽക്കണം ജാനകി.
മുത്തശ്ശന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ മറുപടി പറയാൻ ജാനകിക്ക് കഴിഞ്ഞില്ല. തന്റെ തീരുമാനങ്ങൾ എത്രത്തോളം തെറ്റിയിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. കൂടുതലൊന്നും സംസാരിക്കാതെ ജാനകി അവിടെ നിന്നും പുറത്തേക്ക് പോയി. അനിയുടെയും നന്ദുവിന്റെയും വിവാഹത്തിലുള്ള ആദ്യത്തെ പച്ചക്കൊടി അവിടെ ഉയരുകയായിരുന്നു. അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മുത്തശ്ശൻ തന്നെ നേരിട്ട് ഇറങ്ങി തിരിച്ചു. കൂട്ടിന് ആദർശവും നയനയുമുണ്ട്. അവർ നേരെ പോയത് നന്ദുവിന്റെ വീട്ടിലേക്കാണ്. കനകദുർഗയും ഗോവിന്ദനും മുത്തശ്ശനെ കണ്ട് അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇത്രയും വലിയൊരു മനുഷ്യൻ തങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് വന്നതിന്റെ ആ ഒരു കല്യാണം ആലോചിച്ച് വന്നതിന്റെ ആ ഒരു പകപ്പിലായിരുന്നു അവര്. വിവാഹാലോചനയുമായി വന്നത് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ കനകയും ഗോവിന്ദനും പരസ്പരം നോക്കി. അയ്യോ, അതെന്തായാലും ശരിയാവില്ല സാറേ, ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ലേ, ഗോവിന്ദൻ മടിയോടെ പറഞ്ഞു. അനിയുടെ അമ്മക്ക് ഞങ്ങളുടെ മോളെ കണ്ണെടുത്താൽ കണ്ടൂടാ. അങ്ങനെ ഒരു വീട്ടിലേക്ക് മോളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഒരു സമാധാനം കിട്ടുമോ? മുത്തശ്ശൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. നിങ്ങളുടെ മകൾ സന്തോഷവും സമാധാനവുമായി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അനിയുടെ കൂടെയാണെങ്കിൽ അവൾക്ക് ആ സന്തോഷം കിട്ടും. എങ്കിൽ നിങ്ങൾ ഇതിൽ സമ്മതിച്ചേ മതിയാവൂ. ആദർശം നയനയും അതുതന്നെ ആവർത്തിച്ചു. ആ വീട്ടിൽ എല്ലാവരും നന്ദുവിനെ വലിയ കാര്യമാണെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. എങ്കിലും ജാനകിയുടെ എതിർപ്പുണ്ടായിരുന്നു. കനകദുർഗയുടെ പ്രധാന പ്രശ്നം ജാനകിയുടെ എതിർപ്പായിരുന്നു. അനിയുടെ അമ്മയ്ക്ക് ഈ ബന്ധം ഒട്ടും താല്പര്യമില്ലല്ലോ. പിന്നെ എങ്ങനെയാ മൂർത്തി സാറേ ഇത് നടക്കുന്നത്? ആ സമയത്താണ് മുത്തശ്ശൻ ഫോണെടുത്ത് പുറത്തേക്ക് വിളിച്ചത്. ജാനകി ഇങ്ങോട്ട് വാ. പുറത്ത് കാറിലിരുന്ന ജാനകി പെട്ടെന്ന് പതുക്കെ മുറ്റത്തേക്ക് കയറി വന്നു. കനകദുർഗയും ഗോവിന്ദനും ഞെട്ടലോടെ അവളെ നോക്കി. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നോടൊപ്പം അനിയുടെ അമ്മയും വന്നിട്ടുണ്ട്. ഇനി പറയാനുള്ളതെല്ലാം അവൾ നേരിട്ട് പറയും. ജാനകി കനകദുർഗയുടെ മുന്നിൽ വന്നു നിന്നു. അവളുടെ മുഖത്ത് പഴയ ആ ഒരു അഹങ്കാരമൊന്നുമില്ല. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. എനിക്ക് ഈ വിവാഹത്തിന് ഇപ്പോൾ യാതൊരുവിധ എതിർപ്പുമില്ല കനകെ. എൻ്റെ മോൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അതാണ് അവന് നല്ലതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ വാക്കുകൾ അവിടെ വലിയൊരു സന്തോഷത്തിന്റെ അലയൊളിയുണ്ടാക്കി. കനകദുർഗയുടെയും ഗോവിന്ദന്റെയും മുഖത്ത് വലിയൊരു ആശ്വാസം വിരിഞ്ഞു. ഇത്രയും കാലം നീണ്ടുനിന്ന വേദനകൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു വിവാഹം അവർ രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്നു. അവരുടെ ആ ഒരു വിവാഹം അവിടെ വെച്ച് തന്നെ നടത്താൻ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുകയാണ്. സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. കുറച്ചു കാലം കൊണ്ട് തന്നെ ഒരുപാട് കൊടുങ്കാറ്റുകളൊക്കെ അതിജീവിച്ച ഒരു കുടുംബത്തിലേക്ക് സമാധാനത്തിന്റെ ഒരു ഇളം തന്നെ വീശിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവന്തികയും അനിയുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയെങ്കിലും പണ്ട് ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ നന്ദുവിന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കുമെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജ്യോത്സ്യൻ പറഞ്ഞത് 100% ശരിയായി. എത്രയും പെട്ടെന്ന് അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു വിവാഹം ഉടനെ തന്നെ നടത്തണമെന്ന് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.